അയ്യപ്പേട്ട, ഇ ഡിയുടെ കുറ്റപത്രം കരുവന്നൂർ കേസിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇ ഡി സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നു. അതിൽ വളരെ ഗുരുതരമായ കണ്ടെത്തലുകൾ CPM-നെതിരെയുണ്ട്. ആ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് CPM-ന്റെ അംഗീകാരം പോലും നഷ്ടപ്പെടുമെന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ്. അതായത് ആ ഒരു കാര്യത്തിനെതിരെ ആ സത്യവാങ്മൂലത്തിൽ കണ്ടെത്തിയിട്ടുള്ള എന്താ പറയുക, കൊടുത്തിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ ആരെങ്കിലും ചുവട് പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ CPM-ന്റെ അടിവേര് ഇളകുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും. കാര്യം ഈ കരുവന്നൂർ എന്ന് പറയുന്നത്, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പെന്ന് പറയുന്നത് CPM-ന്റെ ഒരു അടിവേര് ഇളക്കും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഒരു വൻ തട്ടിപ്പിന്റെ ഒരു നമ്മൾ പറയുമല്ലോ, ഒരു വലിയ മലയുടെ ഒരു ചെറിയ ഒരു അഗ്രം മാത്രമാണ് എന്ന് പറയുന്നത് പോലെ സഹകരണ രംഗത്ത് CPM മഞ്ഞുമലയുടെ ഒരു അഗ്രം എന്ന് പറയുന്നത് പോലെ, ഒരു അറ്റം എന്ന് പറയുന്നത് പോലെ, അതായത് CPM എന്ന് പറയുന്ന പാർട്ടി സഹകരണ പ്രസ്ഥാനത്തിലൂടെ ആണ് വളർന്നതെന്നും വലുതായതെന്നും ഒക്കെ വീമ്പടിച്ചിരുന്നവർ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് കറക്റ്റായിട്ട് ഇ ഡിയുടെ അന്വേഷണത്തിലൂടെ വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ് പറയപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് ഫണ്ട് പിരിക്കുന്നതിനായി പാർട്ടി ജില്ലയിൽ ഒന്നിലധികം അക്കൗണ്ടുകൾ തുറന്നുവെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. ഇലക്ഷൻ കമ്മീഷന്റെയും അന്വേഷണ ഏജൻസികളുടെയും ട്രാക്കിംഗ് ഒഴിവാക്കാനായി തന്ത്രപൂർവ്വം അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുക ആയിരുന്നുവെന്നും ഇ ഡി പറയുന്നുണ്ട്. അത് മാത്രമല്ല ചേട്ടാ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ 10 വർഷത്തിനിടെ തൃശ്ശൂർ ജില്ലയിൽ CPM 100 കോടിയുടെ വെളിപ്പെടുത്താത്ത സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളത് കൂടിയാണ്. ഈ വെളിപ്പെടുത്താത്ത സ്വത്ത് എന്ന് പറയുന്നിടത്താണ് അതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത്. അതിനോട് ചേർന്നാണ് ഈ പറയുന്നത്. അതായത് ഈ വെളിപ്പെടുത്താത്ത സ്വത്ത് കൊണ്ടുവരാനും ഇടാനും ഒക്കെയാണല്ലോ ഈ തിരഞ്ഞെടുപ്പ് ഫണ്ട് പിരിക്കുന്നതിനും ഒക്കെ ആയിട്ട് പാർട്ടി ഒന്നിലധികം അക്കൗണ്ടുകൾ. അപ്പോ ഈ 100 കോടിയുടെ സ്വത്ത് CPM തൃശ്ശൂർ ജില്ലയിൽ മാത്രം സമാഹരിച്ചുവെങ്കിൽ ബാക്കി ജില്ലകളിലൊക്കെയും വെച്ച് കണക്കെടുത്ത് നോക്കിയാൽ എന്തായിരിക്കും ഒരവസ്ഥ? അതായത് കണ്ണൂർത്തെ അവസ്ഥ എന്തായിരിക്കാം? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഈ ദേവസ്വം ഭൂമിയും മറ്റു കാര്യങ്ങളും ഒക്കെ വളഞ്ഞിട്ട് പിടിച്ചതാണ്. ആർലം ഫാമിന്റെ കേസൊക്കെയാണ് നമ്മുടെ നവീൻ ബാബുവിന്റെ കേസ് വരെ അതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ വ്യക്തമായ രേഖകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇതുപോലെ ഈ പറയുന്ന പോലെ ഒരു നല്ലൊരു ഉദ്യോഗസ്ഥൻ തൃശ്ശൂർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ എന്തെല്ലാം ഈ പറയുന്ന എല്ലാ ഇതും കണ്ടെത്താൻ കഴിയും. ഇപ്പം പ്രീത സംസാരിച്ച പോലെയാണെങ്കിൽ, അതായത് ഇത്തരത്തിൽ ശേഖരിച്ച ഫണ്ട് പാർട്ടിക്ക് വേണ്ടി ഭൂമി വാങ്ങൽ, കെട്ടിട നിർമ്മാണം, യോഗങ്ങൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കായി ചെലവിട്ടതായും ഇ ഡി പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന അനധികൃതമായി സമ്പാദിച്ച കാശ്, വേറെ അക്കൗണ്ട് തുടങ്ങി സമ്പാദിച്ച കാശൊക്കെ പ്രൗഢിയിൽ ഈ ഇലക്ഷൻ കാര്യങ്ങളും മറ്റുമൊക്കെ അതിനുവേണ്ടി ചെലവാക്കി എന്ന് പറയുന്നു. പാർട്ടി ഓഫീസിന്റെ ആസ്തികൾ എന്നിവ, അതായത് വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകൾ, പാർട്ടി ഓഫീസിന്റെ ആസ്തികൾ എന്നിവ പാർട്ടി ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ ഓഡിറ്റ് ചെയ്ത കണക്കുകളിൽ കാണിച്ചിട്ടില്ലെന്നും ഇ ഡി വ്യക്തമാക്കി. അതിനുശേഷം മറ്റൊരു കാര്യം കൂടി പറയുന്നു. രാഷ്ട്രീയ പാർട്ടികൾ കണക്കുകൾ കാണിക്കണമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളുടെ ലംഘനമാണിത്. അതുകൊണ്ടാണ് ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം തന്നെ പോകാനുള്ള വഴി ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. അതായത് ഈ പറയുമ്പോഴേ CPM എന്ന് പറയുന്നത് നമുക്ക് അറിയാം. CPM പണ്ടൊക്കെ ബക്കറ്റ് പിരിവാണല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോഴാണല്ലോ അവർക്ക് പാട്ടപ്പിരിവ് എന്ന് പറഞ്ഞ പുച്ഛമാണ്. ഫണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെളുപ്പിക്കലാണ്. അപ്പൊ ഈ പറയുന്നത് പോലെ പിരിവ് നടത്തിയതിൽ ഇപ്പൊ അഭിമന്യുവിന്റെ ഒക്കെ പിരിവ് നടത്തി കിട്ടി. ഏറ്റവും അവസാനം ഒരു ദിവസം കൊണ്ടൊക്കെ CPM കണക്ക് പറയും, ഇത്ര ലക്ഷം അല്ലെങ്കിൽ ഇത്ര കോടിയോളം രൂപ പിരിച്ചു എന്ന് പറയും. ഇതിൽ എത്ര കിട്ടി എന്നുള്ളതോ എന്താണ് എന്നുള്ളതിനോ ആർക്കും പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു കണക്കുമില്ല. ഇവർ പറയുന്നത് വേദവാക്യം, അത് കേൾക്കുന്നു. ബാക്കി ഇപ്പോ 10 കിട്ടിയെങ്കിൽ 1 ലക്ഷം കിട്ടി എന്ന് പറഞ്ഞാൽ ബാക്കി 9 ലക്ഷവും ബ്ലാക്കായി. ഇത് പ്രീത ഇത് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് പാർട്ടി അംഗങ്ങൾക്കിടയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അറിയുന്നത്, ഒരു പാർട്ടി ഒരു ഏരിയ ഒരു ബ്രാഞ്ച് സമ്മേളനം വിളിക്കും. ഈ ബ്രാഞ്ച് സമ്മേളനം വിളിക്കുമ്പോൾ ഒരു യഥാർത്ഥ പാർട്ടി സ്നേഹി വിചാരിക്കും, ഇതിനകത്ത് പാർട്ടി എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നുവെന്ന്. അപ്പോഴാണ് അറിയുന്നത്, നമ്മളോട് പറയുന്നത്, ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഓഫീസ് ചോർന്നൊലിക്കുന്നു, അല്ലെങ്കിൽ അത് ജപ്തിയാകാൻ പോകുന്നു, അതിന് ഫണ്ട് സഖാക്കൾ കാശ് തരണം. നിന്ന നിപ്പിൽ അവിടെ ചെല്ലുന്നവൻ്റെ 500 രൂപ വെച്ച് വാങ്ങുന്നു. ഈ കുറ്റി സഹിതമൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഈ അഭിമന്യുവിൻ്റെ പേരിൽ പിരിച്ചതുപോലെ എന്ന് പറയുന്ന പോലെ ഈ കണക്ക് എടുക്കുന്ന കാശ്, അതായത് പാർട്ടിയിൽ ഇത്രയും ഇപ്പോൾ 6 ലക്ഷത്തിലധികം അംഗങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത്രയും തന്നെ ആസ്തി പാർട്ടി ഉണ്ടാക്കുന്നത് പിഴിഞ്ഞാണ് അവരെ നോക്കുന്നത്. ലെവി ഇനത്തിൽ കാശ് വാങ്ങും.
ദേശാഭിമാനി പത്രം ഇടുന്നതിന്റെ പേരിൽ കാശ് വാങ്ങും. വേറെ എന്തൊക്കെ ഇനത്തിലുണ്ടോ അത് ഫണ്ടാണ് ഇവർക്ക് ആവശ്യം. ഫണ്ട് അതാണ് ഇപ്പൊ നമ്മൾ ഈ അതായത് ഇതിനൊക്കെ വേണ്ടിയിട്ട് ചേട്ടൻ പറഞ്ഞ പോലെ അങ്ങനെ അംഗങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന തുകകളൊന്നും തന്നെ അംഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതല്ല. അംഗങ്ങളിൽ നിന്ന് ഈ തുക അംഗങ്ങളിൽ നിന്ന് മാത്രം അത് തുച്ഛമായ തുകയൊക്കെ അത് തുച്ഛമായ തുകയാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ പേരിലാണ് ഈ പലതരത്തിലുള്ള ഉഡായിപ്പ് പരിപാടികളും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പരിപാടികളെല്ലാം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. ED ഇറങ്ങി കണ്ടുപിടിച്ചിരിക്കുന്നത് സത്യത്തിൽ ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഇതുവരെ ഇവിടെ ഒരുപക്ഷെ CBI പോലും ഇത് കണ്ടെത്തില്ല. അല്ല, ഇത് സാമ്പത്തിക ക്രമക്കേട് എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പോകുന്ന കാര്യമാണ്. അപ്പൊ ഈ പറയുന്ന രീതിയിൽ CPM എന്ന് പറയുന്ന ഞാൻ പെട്ടെന്ന് ഈ വാർത്ത കണ്ടപ്പോൾ ആലോചിച്ചതാണ്, ഈ 100 കോടി തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇത്തരത്തിൽ സഹകരണ സ്ഥാപനങ്ങൾ വഴി സഖാക്കളുടെ സകല സമ്പാദ്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത് ഈ വഴിയാണ്. സഹകരണ സ്ഥാപനം, ആ സ്ഥാപനങ്ങളൊക്കെ വഴി ഇവർ ഈ നമ്മുടെ കേരളം ഒട്ടാകെ നടത്തിയിട്ടുള്ളത് എത്ര കോടിയുടേതായിരിക്കും. അല്ല, ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള ഒരു പാർട്ടി ഇപ്പൊ കോൺഗ്രസിനേക്കാൾ എനിക്ക് തോന്നുന്നു CPM ആണെന്ന് തോന്നുന്നു. ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കണേ, നമ്മുടെ നോട്ട് നിരോധനം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിരളി പിടിച്ചത് CPM ആണ്. കോൺഗ്രസിനും പറ്റിയിട്ടുണ്ട്. കോൺഗ്രസിന് പറ്റി, പക്ഷെ അടി കിട്ടിപ്പോയത് CPM-നാണ്. അല്ലെ, സഹകരണ പ്രസ്ഥാനങ്ങളിൽ പിടി വീഴുമെന്ന് വന്നു തുടങ്ങിയപ്പോഴേക്കും ആകെ അന്താളിച്ചു പോയത് CPM സഖാക്കളാണ്. തീർച്ചയായിട്ടും. അല്ല, ഈ പറയുന്ന രീതിയിൽ ഇവർ ആദ്യം ഈ കരുവന്നൂർ ഈ തട്ടിപ്പ് പിടിക്കപ്പെട്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞെന്നറിയോ, സഹകരണ പ്രസ്ഥാനങ്ങളെ പൊളിക്കുന്നതിലൂടെ RSS സംഘപരിവാർ CPM-നെ പൊളിക്കാൻ ശ്രമിക്കുന്നു എന്നാ പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ട് ഈ തട്ടിപ്പിന് ഇരയായവർക്ക് കാശ് കൊടുക്കാൻ അവർ വേറെ ചില ബദൽ പദ്ധതികളൊക്കെ ആലോചിച്ചിരുന്നു. അതെല്ലാം കേന്ദ്ര ഇടപെട്ടൽ നിർത്തിച്ചത്. ഫണ്ട് കേരള ബാങ്ക് വഴിയൊക്കെ കാശ് കൊടുക്കാനൊക്കെ ശ്രമിച്ചു. അങ്ങനെ മേനി തടയാനായിട്ട് അവർ ശ്രമിച്ചു. പക്ഷെ അവിടെയും ഈ പറയുന്ന പോലെ അന്ന് കേന്ദ്രം പറഞ്ഞ് ഇടപെട്ട് ഇപ്പം ഈ ആസ്തികൾ തിരിച്ചു പിടിച്ച് ആൾക്കാർക്ക് കാശ് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കല്ലേ പോയിരിക്കുന്നത്. അതായത് ഈ വായ്പ അനധികൃതമായി കൊടുത്തല്ലോ, അവരിൽ നിന്ന് തിരിച്ചു പിടിക്കുകയാണ്. ഈ തിരിച്ചു പിടിക്കുന്നത് അനുസരിച്ച് ആളുകൾക്ക് കൊടുത്തു തുടങ്ങാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. അപ്പോൾ ഏതായാലും ഈ പറയുന്ന പോലെ പിന്നെ ഈ പറയുന്ന അതേസമയം കേസിൽ CPM-ന്റെ പങ്ക് സംബന്ധിച്ച അന്വേഷണത്തിൽ കണ്ടെത്തിയത് സംസ്ഥാന പോലീസ് മേധാവിക്ക് ED കത്ത് നൽകും എന്ന് പറയുന്നുണ്ട്. PMLRA നിയമത്തിലെ സെക്ഷൻ 66 PMLA നിയമം 66 ബ്രാക്കറ്റില് 66(2) പ്രകാരം നടപടി വായ്പയ്ക്കെടുത്ത് ബാങ്കിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയ പ്രതികളുടെ വിവരവും കൈമാറും എന്നും പറയുന്നുണ്ട്. അതായത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഈ പറയുന്ന പുറത്തു വന്നതിലൂടെ CPM എന്ന് പറയുന്ന പാർട്ടി നടത്തുന്ന വൻ സാമ്പത്തിക ക്രമക്കേടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദേശീയ അംഗീകാരം അല്ലേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോ ജോമോൻ പുത്തമ്പുരക്കൽ പോലുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. വിവരാവകാശ പ്രവർത്തകർ, അത് മാത്രമല്ല നീതിക്ക് വേണ്ടി അവർ ഏതറ്റം വരെയും പോകാൻ ആർജവമുള്ളവരുണ്ട്. അപ്പൊ അവരിറങ്ങി തിരിച്ച് മാധ്യമങ്ങൾ ഇറങ്ങണമെന്നില്ല. ചിലരുടെ എന്താ പറയാ വിപ്ലവം നിശബ്ദ വിപ്ലവമായിരിക്കും. അവസാനം ഇത് കാര്യത്തെ മർമ്മത്ത് കൊണ്ടുകഴിയുമ്പോഴാണ് മാധ്യമങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ ആരെങ്കിലും ഒരാൾ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ CPM-ന്റെ അംഗീകാരം നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞു ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് യഥാർത്ഥ രേഖകളെല്ലാം ED കൊണ്ടുപോയി എന്ന് പറയേണ്ട ഗതികെട്ട അവസ്ഥയാണ് പറയേണ്ടി വന്നത്. ഒറിജിനൽ രേഖകൾ തന്നെ വേണമെന്ന് സംസ്ഥാന സർക്കാർ വാശി പിടിക്കുന്നത് എന്തുകൊണ്ടെന്നാണ് കോടതി അപ്പൊ തിരിച്ചു ചോദിച്ചത്. ഇതിപ്പോ നേരത്തെ ഞാൻ മുന്നേ സൂചിപ്പിച്ചത് അത് തന്നെയാണ്. കാരണം ഇത് എങ്ങനെ പോകുമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് ഏതെങ്കിലും ഒരു വ്യവഹാരത്തിന് ഇറങ്ങുന്ന ഒരാളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, തടഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ CPM-ന്റെ ദേശീയ അംഗീകാരം നഷ്ടപ്പെടുക തന്നെ ചെയ്യും. കാരണം തിരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ലംഘിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഈ 100 കോടിയിലധികമാണ്. ഒരു ജില്ലയിൽ നിന്ന് 100 കോടിയിലധികമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എത്രയോ കോടികളാണ്, ദശകോടികൾ വരും അല്ലെ. ആ കോടികളുടെ ഒരു ഫണ്ട്, അനധികൃതമായ ഒരു ഫണ്ട് വരവാണ് CPM-ലേക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് കൃത്യമായിട്ടുള്ള ഒരു വിവരമാണ്, സത്യവാങ്മൂലമാണ്. സത്യവാങ്മൂലം നൽകുന്നത് ഏറ്റവും കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചു വെച്ചാണ് സത്യവാങ്മൂലം നൽകുന്നത്. അപ്പൊ അതിലൊരു മാറ്റത്തിന് സാധ്യതയില്ല. അപ്പൊ എന്തായാലും CPM-ന്റെ അടിവേര് ഇളകും. ഇപ്പുറത്ത് മോള് വഴി അച്ഛന്റെ അടിവേര് ഇളകിയിട്ടുണ്ട്. ഇപ്പുറത്ത് പാർട്ടി വഴി തന്നെ പാർട്ടിക്കുള്ള കുഴിയും കുത്തിയിട്ടുണ്ട്. എന്തായാലും എന്തോ സംഭവിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും.